Hello everyone, Assalamu alaikum. Welcome back to Little Ammi Things. ഒരു മിനിറ്റ്. നമ്മൾ എപ്പോഴും ബിസിയാണല്ലേ. ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലികൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ബിസി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ 5 മാസമുള്ള കുട്ടി നമ്മൾ 5 വയസ്സാവുന്നത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരിക്കും. അപ്പൊ നമ്മളിൽ അധിക പേരും ആലോചിക്കുക നമ്മുടെ കുട്ടികളുടെ കൂടെ ആവശ്യത്തിനുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതത്ര സില്ലി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. കാരണം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ക്വാളിറ്റി ടൈം, നമ്മൾ പാരന്റ്സ് ചെലവഴിക്കുന്ന ആ ഒരു ക്വാളിറ്റി ടൈം ഇപ്പൊ വരാവേ. അതായത് നമ്മൾ പാരന്റ്സ് നമ്മുടെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുന്ന സമയം അവരുടെ അക്കാഡമിക്സ്, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ബിഹേവിയർ, ഇതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളിൽ നിന്നാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരന്റിങ് റിലേറ്റഡ് ടോപ്പിക്കാണ്. എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പേടിക്കേണ്ട കേട്ടോ, അതിന് നമുക്ക് ഒരുപാട് മണിക്കൂറുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അതായത് നമ്മൾ നല്ല എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരൊറ്റ മണിക്കൂർ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഹായ് മറി, ഹായ് ഹായ് മറി, ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ എല്ലാവർക്കും. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. കൊടുത്തേ, ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയാതെ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. കാരണം നല്ലൊരു വീഡിയോ ആണിത്. ലിറ്റിൽ അമ്മി തിങ്സ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. ഒരുപാട് മണിക്കൂറുകളല്ല, നമ്മുടെ വാവകളുടെയും കുട്ടികളുടെയും ഒക്കെ ലൈഫിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ഒരു മീനിങ് ഫുൾ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ക്വാളിറ്റി ടൈമാണ്. അതൊരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്. അപ്പം അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ ടിപ്സ് പോലെ, ഓരോ പോയിന്റ്സ് പോലെ ഞാൻ പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ടൈം ഉണ്ടാക്കുക നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഡെയിലി, അതായത് പറ്റുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് കണക്ഷൻ ടൈം. അതിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ കുട്ടികളോട് തന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ജോലികളുടെ ഇടയിലും അല്ലെങ്കിൽ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം, അതായത് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തിനെ കുറിച്ചും ഓപ്പൺ ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ടൈം ഡെയിലി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിനും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, ഒരു കുഞ്ഞ് നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് അവരുടെ ലഞ്ച് ബോക്സിൽ സർപ്രൈസ് കൊടുക്കാം. അതല്ലെങ്കിൽ വീടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് സർപ്രൈസ് കൊടുക്കാം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ഒക്കെ നമ്മുടെ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്യും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കണക്ഷൻ ടൈം ഡെയിലി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. 3 4 5. വെരി ഗുഡ്. നെക്സ്റ്റ് സിമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. നമ്മൾ എന്താ പറയാ, നല്ല നല്ല വേർഡ്സ് പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ കുഞ്ഞു ബേബീസ് ആണെങ്കിൽ ഇതുപോലത്തെ ടോയ്സ്, അതുപോലെ ഗെയിംസ് ഒക്കെ സോൾവ് ചെയ്യാം. വലിയ ബേബീസ് ഒക്കെ ആണ്, വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അവർ തനിയെ ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ അതുപോലെ എന്ത് കുഞ്ഞു കാര്യം ആയിക്കോട്ടെ നമ്മുടെ ഹെൽപ്പ് കൂടാതെ അവർ ചെയ്തു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒട്ടും തന്നെ മടിക്കരുത്. നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട് എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതും അവരുടെ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആ ഒരു ക്വാളിറ്റി ടൈം, അതായത് വെറും 3-4 സെക്കൻഡ്സ് പോരെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ടൈം അവരോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ അത് ശ്രദ്ധിക്കാട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ വാവുകൾക്കും ഒക്കെ ഇഷ്ടമായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവരുടെ ആ ഒരു നേച്ചറാണ് ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ളത്. അപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ വർക്ക്സ് ആണ്, അതും അല്ലെങ്കിൽ ഡെയിലി വീട്ടിൽ ചെയ്യുന്ന എന്ത് ജോലിയോ ആവട്ടെ, അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടാൻ പറ്റുന്ന എല്ലാ ജോലിയിലും നമുക്ക് അവരെയും കൂട്ടിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അതും നമ്മുടെ ടൈം, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം ക്വാളിറ്റി ടൈം ആക്കി എടുക്കാനുള്ള ഒരു അവസരമാണ്. കാരണം അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. അതുകൂടാതെ നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടൈമുമാണ്. പിന്നെ അവരുടെ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി നമുക്ക് വളർത്തിക്കൊണ്ട് വരാനും ആ ഒരു കാര്യം സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. അവരും എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് നമ്മളുടെ ഡിന്നർ ടൈം അല്ലെങ്കിൽ നമ്മുടെ മീൽ ടൈം. നമ്മൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ആ ഒരു സമയം നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്, അതും നമ്മൾ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും കേട്ടോ. അമിഷു, ഐ ലവ് യു. ഐ ലവ് യു പറയും. നമുക്കൊരു ഉമ്മ തരുമോ? ഉമ്മ തരട്ടെ, ഇപ്പുറത്തൊരു ഉമ്മ തരട്ടെ. ഓക്കെ മീര, ഐ ലവ് യു. മീര ഐ ലവ് യു പറയാ. നമുക്കൊരു ഉമ്മ ഉണ്ടാ, ഇവിടെ ഇവിടെ ഒരു ഉമ്മ ഉണ്ടാ. അടുത്ത സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും പറ്റാവുമ്പോഴൊക്കെ അവരോട് ഐ ലവ് യു എന്നുള്ള ആ ഒരു മാജിക്കൽ വേർഡ്സ് പറയാന്നുള്ളതാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യാം നമുക്ക് അവരോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ അവർ നമുക്ക് എത്രത്തോളം സ്പെഷ്യൽ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതും ഒരു ചേഞ്ച് എന്തായാലും വരുത്തുന്നുണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ടൈമിൽ. അങ്ങനെ പറയാനായിട്ട് അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ പറ്റാവുന്ന സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ വാവകളോടും കുട്ടികളോടും ഒക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുക. അത് അവരെ അത്രത്തോളം സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുള്ളത് ഒരു പ്രൂവൺ പോയിന്റ് തന്നെയാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതായത് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ പുറത്തൊരു വാക്കിന് പോകുന്നതായിരിക്കാം, അതോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പെയിന്റ് ചെയ്യുന്നതോ കളിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്കായിട്ട് ദിവസവും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദ ഡേയ്സും നമ്മൾ അങ്ങനെ ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെ ആയിരിക്കും കേട്ടോ. അവർ ഒരുപാട് ഹാപ്പി ആയിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ വരട്ടെ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുട്ടികളാവുക എന്നുള്ളതാണ്. പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ അവരുടെ കൂടെ കളിക്കുക. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ കളിക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ ഇങ്ങനെ ഇരുന്ന് കളിക്കുക അല്ലെങ്കിൽ ടോയ്സ് കൊണ്ട് കളിക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ അവരെ കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ കൂടെ കളിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഡ്രസ് ചേഞ്ച് കൊടുക്കുന്ന സമയം കളിക്കാം. അങ്ങനെ ഏത് സമയമാണെങ്കിലും അവരുടെ കൂടെ കളിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ടൈമിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവരെ വലുതാവും തോറും നമ്മൾക്ക് എത്ര നാൾ അവരുടെ കൂടെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. വളരും തോറും അവർ ഇൻഡിപെൻഡന്റ് ആവും. നമ്മളുടെ കൂടെ കളിക്കാതെ ആ ഒരു നേച്ചറേ മാറി വരും. അപ്പൊ കിട്ടുന്ന സമയത്തോളം ഒക്കെ അവരുടെ കൂടെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്മൾ എന്ത് വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും അവരെ ഹാപ്പി ആക്കാൻ നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈമാണ് കേട്ടോ. അടുത്ത ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിച്വൽ ഉണ്ടാക്കുക. അതായത് നമ്മൾ നമ്മുടെ കുട്ടികളും ഡെയിലി റൂട്ടീനിൽ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു കാര്യം. അതിനിപ്പോൾ ഏറ്റവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ബെഡ് ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെഡ് ടൈം റൂട്ടീനിൽ നമ്മൾ ഡെയിലി ഒരു ബുക്ക് വായിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നതോ എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സ്പെഷ്യൽ റിച്വൽ നമുക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈമാണ് കേട്ടോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ആയിട്ടുള്ള പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറ തന്നെ ഓഫ് ചെയ്യേണ്ടി വരും ശരിക്കും ഞാനത് പറയണമെങ്കിൽ. എല്ലാ ടെക്നോളജീസിനോടും ബൈ ബൈ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം കൊടുക്കുക എന്നുള്ളതാണ്.
ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന കോളുകളോ നമുക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജസോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സോ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ടതില്ല. കംപ്ലീറ്റ് ആയിട്ട് ടെക്നോളജിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാവുകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒരു ദിവസവും കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത്രയൊക്കെ ടിപ്സ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആൻഡ് സില്ലി ആയിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെ ഒന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ. ആർക്കാണല്ലേ നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പം അവര് വളർന്ന് വലുതായി ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്ന മുന്നേ നമുക്ക് നമ്മുടെ തിരക്ക് പിടിച്ച ആ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം നമുക്ക് ക്വാളിറ്റി ഉള്ളതാക്കാം. എത്രയായാലും ആ ഒരു എന്താ പറയുക, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലുള്ളതാണ് കാര്യം. നമ്മളൊരു 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളിൽ നിന്ന് പഠിക്കാനും അതുപോലെ തന്നെ നമ്മളുമായി കണക്ട് ചെയ്യാനും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും ഒക്കെ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ യൂട്യൂബ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഓടിപ്പോയി നിങ്ങളുടെ കുട്ടികളുടെ കൂടെ കളിക്കൂട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.